സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 118 23 തിരുവചനം. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 118 സങ്കീർത്തനം എഴുതിയ രചയിതാവ് തൻ്റെ ജീവിതത്തിലുണ്ടായ യാദൃച്ഛിക ദൈവിക പ്രവൃത്തികൾ നിമിത്തം സാക്ഷിക്കുകയാണ്. ഇത് സംഭവിച്ചത് യഹോവയാലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമായിരിക്കുന്നു. ഈ സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും സാക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യമല്ലേ ഇവിടെ നാം വായിച്ചു കേട്ടത്. എത്ര ആശ്ചര്യകരമായ ദൈവപ്രവൃത്തികളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ അതുകൊണ്ടാണല്ലോ നാം ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ആശ്ചര്യകരമായ ദൈവപ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞ പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഓരോ പുസ്തകങ്ങളിലും ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സത്യവേദ പുസ്തകത്തിൽ അനവധി വീര്യപ്രവൃത്തികളും ആശ്ചര്യപ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇന്നും ആ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം നമ്മുടെയും ജീവിതത്തിൽ അപ്രകാരമുള്ള ആശ്ചര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുവാൻ മതിയായവനെന്ന് നാം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടതാണ്. ആ ദൈവത്തിൽ നാം ശരണപ്പെടേണ്ടതിനും ആ ദൈവത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതിനുമാണ്. അതേ പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യൻ്റെയും ജീവിതയാത്രയിൽ ആ മനുഷ്യൻ്റെ ജീവിതയാത്രയെ തകർത്തു കളവാൻ തക്കതായ പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ശോധനകൾ, പരീക്ഷകൾ, പൈശാചിക ക്രിയകൾ ഇതൊക്കെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാറുണ്ട്. എന്നാൽ അതിൽ ആ മനുഷ്യൻ തകർന്നു പോകാത്തത്, നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ ആശ്ചര്യപ്രവൃത്തി നിമിത്തമാണ്, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി നിമിത്തമാണ്, ദൈവത്തിൻ്റെ കരമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് സാക്ഷിക്കുവാൻ കാരണമായി തീരുന്ന ദൈവപ്രവൃത്തികൾ. ദൈനംദിനം നാം ശ്വസിക്കുന്ന ജീവശ്വാസം മുതൽ നാം അനുഭവിക്കുന്ന ആത്മീക ഭൗതിക നന്മകളുടെ പിന്നിൽ ദൈവകരമാണ് പ്രവർത്തിക്കുന്നത്. ഇയ്യോബ് അനുഭവിച്ചു പറയുന്നുണ്ട്, നിൻ്റെ ശ്വാസം എൻ്റെ ജീവനെ പരിപാലിക്കുന്നുവെന്ന്. അത് ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മുടെ ജീവനെ പോലും പരിപാലിക്കുന്നതെന്ന് അദ്ദേഹം അനുഭവിച്ചു പറയുന്നു. ഓരോ ഭക്തന്മാർക്കും ഈ പ്രകാരം ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ ദൈവത്തെ അനുഭവിച്ച് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്നാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അധികമായി രുചിച്ചറിഞ്ഞ ക്രിസ്തു ശിഷ്യൻ യോഹന്നാൻ പറഞ്ഞത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. ദൈവം
നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. അതുകൊണ്ട് തന്നെ ആ ദൈവപ്രവൃത്തികൾ വിസ്മയവും ആശ്ചര്യവുമായി അത്ഭുതകരവുമായി മാറ്റപ്പെടുന്നു. മനുഷ്യദൃഷ്ടിയിലാണ് ദൈവിക പ്രവൃത്തികൾ അത്ഭുത പ്രവൃത്തികളെന്ന് ഉപേക്ഷിക്കപ്പെടുന്നത്. അവ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വാഭാവികമായ ദൈവപ്രവൃത്തികൾ മാത്രം. അതെ, ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവപ്രവൃത്തികൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കമായിരിക്കുന്നു. നാം ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് മാത്രം. ആമേൻ. കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. ഭയന്നിടാതെ, മടിച്ചിടാതെ, തളർന്നിടാതെ ഓടിടും. ഈ യാത്രയിൽ ഞാൻ ക്ഷീണമെന്നെ അനുദിനം ഗമിച്ചിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നി